ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കേരള പാഠാവലി മലയാളത്തിലെ ആശംസ എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും വലിവായി പടരട്ടെ, അവരുടെ ഹൃദയം നിങ്ങളുടേതിനു മൊത്തുമിടിക്കട്ടെ, അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്തു മുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ പരിഭവങ്ങളെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ. ഇത് പി മധുസൂദനൻ എഴുതിയ ഞാനിവിടെയുണ്ട് എന്നതിൽ ചെറിയ കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് പറയുന്നത് കൂട്ടുകാരെ? ഇവിടെ നമ്മളെടുത്ത് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ, മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേതുകൂടി എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് കരുതലോടെ ചേർത്തു നിർത്തണം എന്നൊക്കെയാണ് കവി പറയുന്നത്. അവരുടെ ഹൃദയം നമ്മുടേതിനൊപ്പം മിടിക്കട്ടെ, അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതായി ഏറ്റെടുക്കണമെന്നും കവി പറയുന്നു. നാം ജീവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവരെയും പ്രാപ്തരാക്കണം എന്ന ആശംസയാണ് അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്ത് മുഴങ്ങട്ടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഇരുട്ട് നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരത്താൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന വലിയ ഒരു സന്ദേശമാണ് ഇതിലൂടെ പി മധുസൂദനൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നിഘണ്ടു നോക്കി അർത്ഥം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, മന്ദഹസിക്കുക. മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ അർത്ഥം? പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇനി നോവ്. നോവ് എന്ന് പറഞ്ഞാൽ വേദന എന്നുള്ളതാണ്. നോവ്, വേദന. അലിവ്. അലിവ് പറഞ്ഞാൽ ദയ അല്ലെങ്കിൽ കനിവ്. പരിഭവം. പരിഭവം പറഞ്ഞാൽ പിണക്കം. വെട്ടം പറഞ്ഞാൽ വെളിച്ചം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് ആദ്യത്തെ പ്രവർത്തനം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്ന്, കവിത താളം പിടിച്ചു ചൊല്ലൂ എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തേത് എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ, മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും മിടിക്കട്ടെ, നമ്മുടെ ശബ്ദത്തോടൊപ്പം അവരുടെ ശബ്ദവും ഉയർന്നു മുഴങ്ങട്ടെ, അതുപോലെ മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് അലിവുണ്ടാവട്ടെ. ഇതൊക്കെയാണ് കവി നമ്മളുടെ അടുത്ത് ആശംസിച്ചിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത്, ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതാവട്ടെ, മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. ഇതാണ് ടീച്ചർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നാലാമത്തേത്, സ്വന്തമായി ചില ആശംസാവാക്യങ്ങൾ എഴുതി നോക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? നമ്മുടെ ഭാവി ഉജ്ജ്വലമായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവട്ടെ. ഇത്തരത്തിലുള്ള ആശംസാവാക്കുകൾ നിങ്ങൾക്ക് എഴുതാം. ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം, കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം, കവിതയുടെ താളം തെറ്റാതെ നോക്കണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ, അവരുടെ വേദന നിങ്ങൾക്കുള്ളിലെ കനിവായി പടരട്ടെ, അവരുടെ നാദം നിങ്ങളുടേതിനു മൊത്തു മുഴങ്ങട്ടെ. ഇങ്ങനെ നമുക്ക് ഇത് മാറ്റി എഴുതാവുന്നതാണ്. ഇനി അടുത്തത്, ഇവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ ഒരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ? കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ ഇരുന്ന് കസേരയിലിരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നുണ്ട്. പക്ഷേ കുട്ടി എന്താണ്? മതിലിൻ്റെ ഇപ്പുറത്താണ്, കുട്ടിക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ എത്തിപ്പിടിച്ച് നോക്കുന്നുണ്ട്. ഇതാണ് ഈ പോസ്റ്ററിൽ തന്നിട്ടുള്ളത്. പോസ്റ്റർ പരിശോധിക്കൂ, എന്തെല്ലാം കാണുന്നുണ്ട്, കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കൂട്ടുകാരെ കാണുന്നത്? വലിയ ഒരു പറമ്പിലെ കുട്ടികൾ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് കളിക്കുന്നത്. പറമ്പിനോട് ചേർന്ന് ഒരു മതിൽ കാണാം. കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേട്ട് മതിലിനപ്പുറം നിന്ന് ഒരു കൊച്ചുകുട്ടി കളി കാണാൻ വേണ്ടി എത്തി നോക്കാൻ ശ്രമിക്കുന്നു. കുട്ടിയുടെ അച്ഛൻ അടുത്ത് കസേരയിലിരുന്ന് കളി കാണുന്നുണ്ട്. അതാണ് നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലേ? ഇനി അടുത്തത് നോക്കൂ. ഇവിടെയും അതേപോലെയുള്ള ചിത്രമാണ്. പക്ഷേ ഇവിടെ എന്താണ്? അച്ഛൻ ആ കുട്ടിക്ക് ഒരു ചെയർ ഇട്ട് കൊടുത്തിട്ട് കുട്ടിയെ അതിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആ കളി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നുള്ള ഒരു ആശംസാവാക്ക് കൊടുത്തിട്ടുണ്ട്. 2 പോസ്റ്ററുകൾ കണ്ടല്ലോ. ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ്, എന്തുകൊണ്ടാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ്? ഒന്നാമത്തെ പോസ്റ്റർ എന്ന് പറയുന്നത്
വീടിനോട് ചേർന്നുള്ള മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും അത് കാണാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മകളുമാണ് ഒന്നാമത്തെ പോസ്റ്ററിൽ. രണ്ടാമത്തെ പോസ്റ്ററിൽ മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. അച്ഛൻ മകളെ കളി കാണിക്കാനായി കസേരയിൽ കയറ്റി നിർത്തി രണ്ടുപേരും സന്തോഷത്തോടെ കളി കാണുന്നു. ഇതാണ് രണ്ടാമത്തെ പോസ്റ്ററിൽ ഉള്ളത്. ഇനി നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിലേതാണ് നല്ലത് എന്ന് പറയുന്നത്? രണ്ടാമത്തെ പോസ്റ്ററാണ് അല്ലേ. കാരണം കുട്ടിക്ക് കളി കാണാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അച്ഛൻ അവളെ കസേരയിൽ കയറ്റി നിർത്തി കളി കാണിക്കുന്നു. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന വാചകം രണ്ടാമത്തെ ചിത്രത്തിന് യോജിച്ചതാണ്. എന്നാൽ ആദ്യത്തെ പോസ്റ്ററിൽ അച്ഛൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നതേയില്ല. കുട്ടി കളി കാണാൻ ശ്രമിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അച്ഛൻ കളി ആസ്വദിക്കുന്നു. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന വാചകം ഈ പോസ്റ്ററിന് യോജിച്ചതല്ല. ഇനി അവസാനത്തേത്, നേരത്തെ തയ്യാറാക്കിയ ആശംസാവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ചെടിക്ക് മുദ്ദു കൊണ്ടത് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.